തലയുടെ പവറെല്ലാം പോയോ? വിടാമുയർച്ചി ഫ്ലോപ്പോ ഹിറ്റോ? കണക്കുകൾ പുറത്തു വന്നതിനു പിന്നാലെ ആരാധകർക്ക് കട്ട നിരാശ. എന്താണ് ശരിക്കും വിടാമുയർച്ചിക്ക് സംഭവിച്ചത്? അജിത്തിനെ നായകനാക്കി മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത സിനിമയാണ് വിടാമുയർച്ചി. ഒരു ആക്ഷൻ ചിത്രമായി ഒരുങ്ങിയ ചിത്രം വലിയ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററുകളിൽ എത്തിയത്. എന്നാൽ സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബോക്സ് ഓഫീസിലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റിലീസ് ചെയ്ത് 5 ദിവസം പിന്നിടുമ്പോഴും വലിയ ഫ്ലോപ്പാണ് സിനിമയ്ക്കുണ്ടായിരിക്കുന്നത്. ചിത്രത്തിന്റെ മോശം പ്രതികരണങ്ങൾ കാരണം പലയിടത്തും സിനിമയ്ക്ക് സ്ക്രീനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് വിടാമുയർച്ചിയുടെ ബജറ്റ് ഏകദേശം 300 കോടിക്ക് മുകളിലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനാൽ തന്നെ ചിത്രം പരാജയമാണോ വിജയമാണോ എന്നതാണ് താരത്തിന്റെ ആരാധകരുടെ ചർച്ച. കഴിഞ്ഞ ദിവസം ചിത്രം 4 കോടി മാത്രമാണ് തമിഴ്നാട്ടിൽ നിന്നും സ്വന്തമാക്കിയത്. അതേസമയം കേരളത്തിലും വിടാമുയർച്ചിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2 കോടിക്ക് മുകളിൽ മാത്രമാണ് ഇതുവരെ കേരളത്തിൽ നിന്നും ചിത്രം സ്വന്തമാക്കിയത്. ഇത് മുൻ അജിത്ത് സിനിമകൾ കേരളത്തിൽ നിന്ന് നേടിയതിനേക്കാൾ വളരെ കുറഞ്ഞ കളക്ഷനാണ്. 1 കോടിയാണ് സിനിമ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയത്. എന്നാൽ 2ാം ദിവസം മുതൽ കളക്ഷനിൽ വലിയ ഇടിവാണുണ്ടായത്. ചിത്രം ഇപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി നേടിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സിനിമയുടെ തമിഴ് പതിപ്പ് ഇതിനകം 60 കോടിക്ക് മുകളിൽ സ്വന്തമാക്കി. വിദേശ മാർക്കറ്റിൽ 32 കോടി രൂപയും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 71 കോടിയുമാണ് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ. അങ്ങനെ ആഗോളതലത്തിൽ സിനിമ 103 കോടി നേടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം അജിത്, അർജുൻ, തൃഷ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു വിടാമുയർച്ചി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.